ഗായ്സ്, ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സാമ്പിൾ ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അറബികളുടെ വീടുകളിൽ വർക്ക് ചെയ്യുന്നതിന് മുമ്പ് സാമ്പിൾ ചെയ്ത് ഡിസൈൻ കാണിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടൊരു സാമ്പിൾ വീഡിയോ ആണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ സാമ്പിൾ ചെയ്ത് കാണിച്ച് ഉള്ള പരിപാടികളൊന്നും ഇല്ലെന്ന ഇവിടെ നമുക്കൊരു വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ആ വീഡിയോ നമുക്കവർ ഒന്നിലധികം സാമ്പിൾ മിനിമം. പിന്നെ നമ്മൾ ഈ വീട്ടിലേക്ക് 4 സാമ്പിളുകളാണ് ചെയ്തിരിക്കുന്നത്. എല്ലാം വളരെ ലൈറ്റ് കളറുകളാണ്. നമുക്ക് വീഡിയോയിലൊന്നും അത്ര ചിലപ്പോൾ ക്ലിയറായിട്ട് നമുക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ അത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണാം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. നമ്മൾ മാസ്കിൻ്റെ ടേപ്പൊക്കെ ഒട്ടിച്ച് ഒരു പ്രത്യേക അളവിൽ, അതായത് ആ ഡിസൈന് അനുസരിച്ച് നമ്മളൊരളവിൽ ചെയ്യണം. അപ്പോൾ ഇത് നമ്മൾ 2 കളറുകളുടെ കോമ്പിനേഷൻ, അതായത് ഓയിൽ ബേസ്ഡും അതായത് ഓയിൽ ട്യൂബ് കളറുകൾ, ഓയിൽ പെയിൻറ്റ്, അതുപോലെ തന്നെ വാട്ടർ ബേസ്, 2 കളറും കൂടെ ഉള്ളൊരു കോമ്പിനേഷനാണ് നമ്മൾ മിക്ക സ്ഥലങ്ങളിലും സാമ്പിൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ്, അധികം ലെങ്തി ഒന്നുമല്ല. അപ്പം എല്ലാവരും പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു വീഡിയോ ഒരു വീട്ടിൽ എങ്ങനെയാണ് സാധാരണ സാമ്പിൾ ചെയ്ത് അപ്രൂവൽ എടുക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ബേസ് അടിച്ചു. അപ്പോൾ ആ ബേസ് അടിച്ച് നമ്മൾ സാമ്പിൾ ആദ്യം ചെയ്തു. അപ്പോൾ അത് നമുക്ക് കോമൺ ആയിട്ട് ഓമാനികളുടെ ഒരു ടേസ്റ്റ് നമുക്കറിയാം. അതനുസരിച്ച് നമ്മൾ ലൈറ്റ് കളറിൻ്റെ കോമ്പിനേഷൻസാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറയാനായിട്ട്, നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മളൊരു ഡിസൈനിലേക്ക് ഒരു പെയിൻറ് റോഡ് കളർ ഇടാൻ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തരം ഡാർക്ക് കളറുകളും ആണ്, നമുക്ക് എടുപ്പുള്ള കളറുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ഒരു പെയിൻറ്റ്, ഒരു ജിപ്സം ഡിസൈനിലേക്ക് ഒരു കളർ ചെയ്യുന്നെങ്കിൽ അതിൻ്റെ ആ ഡിസൈൻ ഒന്നും മനസ്സിലാകണം, അത്രയും മാത്രമേ ഉള്ളൂ. അതായത് ഒരു 3D ഫീൽ ഉണ്ടാവണം, അത്രേ ഉള്ളൂ. അതായത് ഓരോ ഡിസൈനും ഓരോ കളറിട്ട് അങ്ങനെ എടുത്ത് കാണുന്ന ഒരു രീതിയൊന്നുമല്ല. അതാണ് നമ്മുടെ കൾച്ചർ ഇവരുടെ കൾച്ചറുമായിട്ടുള്ള വ്യത്യാസം. ഇവർക്ക് മൊത്തത്തിലൊരു വീടിൻ്റെ റൂമിൻ്റെ ഉള്ളിൽ കളറിങ് എല്ലാം വന്നതിന് ശേഷം അവരുടെ ഫർണിച്ചറുകളും അവരുടെ ബാക്കി ഡെക്കറേഷൻ സാധനങ്ങളും ഒക്കെ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം ഈ കളറ് മാത്രം തള്ളി നിൽക്കാൻ പാടില്ല. അപ്പോൾ അവർ ബാക്കി വെക്കുന്ന സാധനങ്ങളിൽ കൂടെ ആൾക്കാരുടെ ശ്രദ്ധ പോകണം. ഞാനിങ്ങനെ സാമ്പിളിൻ്റെ വീഡിയോകളൊന്നും ഇതുവരെ പോസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പം 1-2 സാമ്പിളിൻ്റെ വീഡിയോകളും കണ്ടിന്യൂ ആയിട്ട് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഫുള്ളായിട്ട് വീഡിയോ എടുത്തിട്ടുമില്ല. കാരണം ഫുള്ളായിട്ട് എടുക്കാൻ എനിക്ക് പറ്റിയില്ല. കാരണം നമ്മൾ ഇതിനു മുമ്പ് അങ്ങനെ എടുത്ത് ശീലമില്ലാത്തതുകൊണ്ട് നമ്മൾ വർക്ക് ചെയ്യുന്ന ഇതിൽ ശ്രദ്ധിച്ച് നിൽക്കുമ്പം നമ്മൾ വീഡിയോ എടുക്കാൻ വിട്ടുപോകും. അപ്പോൾ അതെങ്ങനെയാലും സാമ്പിൾ ഫിനിഷ് ചെയ്ത് നമ്മുടെ സമയത്തിനുള്ളിൽ തീർത്ത് നമുക്ക് നമ്മുടെ റൂമിലേക്ക് പോകണം. അപ്പോൾ അതിൻ്റെ തിരക്ക് വീടിനിടയ്ക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനും വിട്ടുപോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സാമ്പിളിൻ്റെ എല്ലാ ഭാഗങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. എന്നാലും നമുക്ക് മുന്നോട്ടുള്ള വീഡിയോകളിൽ നമുക്കത് ഉൾപ്പെടുത്തി കൂടുതൽ ഡീറ്റെയിലായിട്ട് കാണിക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഇത് എല്ലാവരും സഹകരിക്കാൻ. ഞാൻ മുഴുവൻ വീഡിയോ ഇടാത്തത് കൊണ്ട് മാറ്റൊന്നും കരുതണ്ട. അടുത്ത വീഡിയോയിൽ നമുക്കത് കാണിച്ചു തരാൻ പറ്റും. ഇതെല്ലാം നമ്മൾ ഓയിൽ കളർ ചെറിയ തുണിയിലേക്ക് നമ്മളെടുത്തിട്ട് ഈ ടാർപ്പനുമായിട്ട് മിക്സ് ചെയ്ത് വളരെ ലൈറ്റായിട്ട് അതാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഇപ്പോൾ കളർ എന്ന് പറയുന്നത് നമ്മൾ ചിലപ്പോൾ ഡയറക്റ്റ് കളറായിരിക്കും ഉപയോഗിക്കുന്നത്. 2-3 കളറിൻ്റെ കോമ്പിനേഷൻസൊക്കെ ആയിരിക്കും മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പം അങ്ങനെ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മളൊരു തുണിയിലെടുത്തിട്ട് ഇങ്ങനെ മൊത്തത്തിലൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് കട്ടിയുള്ള ബ്രഷ് കൊണ്ട് നമ്മൾ ഇടിച്ച് അതിലേക്ക് പിടിപ്പിച്ച ശേഷം നമ്മൾ സ്പോഞ്ച് കൊണ്ടോ തുണി കൊണ്ടോ ഒക്കെ തുടച്ച് എടുത്തിട്ട് വീണ്ടും ഇടിച്ച് അതിനെ ഒന്ന് സ്മൂത്താക്കി എടുത്ത്, അപ്പം അങ്ങനെ വീണ്ടും ഇതിലേക്ക് തുടയ്ക്കുകയും സ്മൂത്താക്കുകയും ചെയ്യുന്നതനുസരിച്ച് ഇതിൻ്റെ ഡെപ്തിൽ മാത്രം ഒരു ചെറിയ കളറിൻ്റെ ടോൺ നിൽക്കും. അപ്പം ബാക്കിയുള്ള ഭാഗത്ത് നമ്മൾ തുടയ്ക്കുന്നതുകൊണ്ട് കളറിഞ്ഞ് പോരും. അതായത് ബഡ്ജ് ചെയ്ത് നിൽക്കുന്ന ഭാഗമൊക്കെ തുടച്ച് കഴിയുമ്പോഴത്തേക്ക് അവിടെ എല്ലാം വൃത്തിയാകും. അപ്പോൾ കളറിൻ്റെ ഒരു 3D ഫീൽ ഡിസൈൻ്റെ നമുക്ക് കിട്ടും. അപ്പം ഏകദേശം ഇപ്പം നമ്മുടെ വർക്ക് തീർന്നിട്ടുണ്ട്. അതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഒരു വളരെ ലൈറ്റായിട്ടുള്ള ഒരു ഫീൽ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഇത് നമുക്ക് ഇനിയിപ്പോൾ ഈ വീടിൻ്റെ ബാക്കി വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അടുത്തൊരു വീഡിയോ ഞാനിടാം. ആ സമയത്ത് നമുക്കിതിൻ്റെ റിസൾട്ട്
നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ നമ്മുടെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. കാരണം ഇതിൻ്റെ കൂടുതൽ ഞാൻ ഡീറ്റെയിൽ ഷൂട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ മെയിൻ വീഡിയോ വരുന്ന സമയത്ത് നമുക്കതിനകത്ത് കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക.